കൊടുവിൽ വരെയും ഒരു നീരുള്ളിൽ കൊടുവിൽ
റോമലേഖനം 1-ാം വാക്യം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ കേൾവിക്കാർക്കും വേഗമരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. വിശ്വാസികൾ കടക്കാരാണോ എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, സുവിശേഷത്തിൻ്റെ ശക്തിയാൽ വിടുവിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക, സുവിശേഷത്താൽ മറ്റുള്ളവരും വിടുവിക്കപ്പെടുവാൻ സഹായിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചവരേവരും കടംപെട്ടിരിക്കേണ്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ കടക്കാരനാകുന്നു. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും കടക്കാരനാണ്. പൗലോസ് എങ്ങനെയാണ് കടക്കാരനാകുന്നത്? ഒരാൾ വിലയേറിയതെന്തെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുവാൻ നമ്മെ വിശ്വസ്തരെന്ന് കരുതി ഏൽപ്പിച്ചാൽ നാം അത് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്നത് വരെ നാം അവർക്ക് കടക്കാരാണ്. ഈ അർത്ഥത്തിലാണ് ഞാൻ അവർക്ക് കടക്കാരനെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. സകല ജാതികൾക്കും കൊടുക്കുവാനുള്ള സുവിശേഷം, അർത്ഥാൽ രക്ഷകനായ യേശുവിനെക്കുറിച്ചുള്ള സന്ദേശം പിതാവാം ദൈവം പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചു എന്നൊരു ഉത്തമ ബോധ്യം പൗലോസ് അപ്പോസ്തലനുണ്ടായി. തൻ്റെ വിളിയുടെ മേൽ ആ മഹാനിയോഗം കൂടി ഉൾക്കൊണ്ടിരുന്നതായി ദൈവവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്വം തൻ്റെ മേലുള്ള ഒരു നിർബന്ധമായി ആ ദൈവഭക്തൻ കാണുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, എത്ര ശക്തമായ ഒരു പ്രസ്താവ്യമാണ് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടെയല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജാതികളോട് സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. പ്രിയരെ, ജാതികളോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് കടക്കാരനായിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലും കടക്കാരായി നിൽക്കുന്നു. ഒരു കടക്കാരനും കടഭാരത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനാകാത്തതുപോലെ ഒരു ദൈവ പൈതലിനും അവരുടെ മേലുള്ള കടത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനാകില്ല. എൻ്റെ കടം എങ്ങനെ കൊടുത്ത് തീർക്കുമെന്ന ചിന്ത എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. വിളിക്കപ്പെട്ട ഒരു ദൈവ പൈതലും രണ്ട് നിലയിൽ കടക്കാരാണ് എന്ന് തിരിച്ചറിയണം. കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപയും കരുണയും മഹാസ്നേഹവും മൂലം നാം ഓരോരുത്തരും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മേൽ ദൈവം ചൊരിഞ്ഞ കരുണയും മഹാസ്നേഹവുമാണ് രക്ഷകനായ യേശുക്രിസ്തു. നമ്മുടെ പാപക്കടം കൊടുത്തു തീർത്ത കർത്താവിനോട് പ്രിയരെ നാം കടപ്പെട്ടിരിക്കുന്നവരാണ്. അപ്രകാരം നാം കടക്കാറാണ്. ഭൗതിക കടം ഒരുവനെ അടിമത്തത്തിലേക്ക് നയിക്കുമ്പോൾ വിശ്വാസിക്ക് കർത്താവിനോടുള്ള കടം അടിമത്തമല്ല, അതവനെ സ്വതന്ത്രനാക്കിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. പാപത്തിൻ്റെ കടത്തിൽ നിന്നും അതുമൂലമുള്ള അടിമത്തത്തിൽ നിന്നും യേശുക്രിസ്തുവിനാൽ രക്ഷ പ്രാപിച്ച നാം ആ രക്ഷയുടെ വാർത്തയും രക്ഷകനെക്കുറിച്ചുള്ള സദ്ഗുണവും നാം ഘോഷിക്കുന്നതിൽ കൂടെ നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കുവാൻ കഴിയുമെന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. നമ്മോട് ഒരു വിലയും വാങ്ങാതെ സൗജന്യമായി ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുന്നു. രക്ഷ നേടിയതിനു ശേഷമുള്ള ക്രിസ്തീയ ജീവിതം പ്രിയരെ വലിയ ബാധ്യതയുള്ള ഒരു ജീവിതമാണെന്ന് തിരിച്ചറിയണം.
ഈ മനുഷ്യായുസ് മുഴുവൻ കൊടുത്തു തീർത്താലും തീരാത്ത കടം ഓരോ രക്ഷിക്കപ്പെട്ടവരുടെ മേലും നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നാം അതിനെക്കുറിച്ച് ചിന്തയുള്ളവരും കർത്താവിനോട് നന്ദിയുള്ളവരുമായിരിക്കുകയും ദൈവസഭയോട് ചേർന്ന് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ സന്തോഷമുള്ളവരായും ഒരുക്കപ്പെടുന്നവരായും നമ്മുടെ കടമകളും കടപ്പാടുകളും നിർവഹിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരേണ്ടതുണ്ട്. ഒരിക്കലും കർത്താവിനോടുള്ള നമ്മുടെ കടം കൊടുത്തു തീർക്കുവാൻ നമുക്ക് ആകുകയില്ലെങ്കിലും പ്രിയരെ, നന്ദി കൊണ്ട് നിറഞ്ഞ ഹൃദയം നാം കർത്താവിനായി ഒരുക്കി കൊടുക്കണം. വിശ്വാസിയുടെ മേലുള്ള രണ്ടാമത്തെ കടം അവൻ തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് കടക്കാരനാണ് എന്നതാണ്. അതാണ് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നത്. ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും കടക്കാരനാണ്. സുവിശേഷം എന്ന ആ വിലമതിക്കാനാകാത്ത ധനം പ്രിയരെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുവാനുള്ളതല്ല നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനുള്ളതാണ്. അത് അവരെ കണ്ടെത്തി നാം അവർക്ക് പകർന്നു കൊടുക്കുന്നത് വരെ നാം അവർക്ക് കടക്കാരാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ കടക്കാരനാണ് ഞാൻ എന്ന് ഓരോ വിശ്വാസിയും ബോധവാനാകുമ്പോഴാണ് അവൻ ആത്മഭാരമുള്ളവനായി തീരുന്നതും തൻ്റെ ദൗത്യം എനിക്ക് ചെയ്തു പൂർത്തീകരിക്കണം എന്ന നിർബന്ധം ഉള്ളവനാകുന്നതും. അതുകൊണ്ടാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രിയരെ, ഈ ചിന്താഭാരം ഉണ്ടാകുമ്പോൾ, ഈ നിർബന്ധം നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് സ്വസ്ഥനായിരിക്കുവാനാകുകയില്ല. ഞാൻ കടക്കാരൻ, എൻ്റെ കടം വീട്ടണം എന്നുള്ളവരിൽ ദൈവം പ്രസാദിക്കും. നാം സുവിശേഷം അറിയിക്കുന്നതിൽ കൂടെ അനേകർ രക്ഷ പ്രാപിക്കുകയും നാം നമ്മുടെ കടത്തിൽ നിന്ന് വിമുക്തരായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സുവിശേഷ സംബന്ധമായ തൻ്റെ കടം മുഴുവൻ വീട്ടി എന്ന കൃതാർത്ഥതയോടെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വേല തികച്ചത്. പ്രിയരെ, നാം കടക്കാരാണ്. കർത്താവിനും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും നാം കടക്കാരാണ്. നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നിയോഗം നിറവേറ്റി ദൈവത്തെ പ്രസാദിപ്പിച്ച് നമ്മുടെ വേല പൂർത്തീകരിക്കാൻ, നമ്മുടെ കടം വീട്ടുവാൻ നമുക്ക് വേണ്ടത് ചെയ്യും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കടക്കാരാണ് എന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നല്ലോ. ഞങ്ങൾ ദൈവത്തിനും ചുറ്റുപാടുമുള്ളവർക്കും കടക്കാരാണ്. ആ ഒരു തിരിച്ചറിവിൻ്റെ, ആ ഒരു ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അത് ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷം പറയുന്നതിൽ ലജ്ജിക്കാതെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഇന്ന് പകലിലും കാൽച്ചുവടുകൾ വയ്ക്കുവാൻ കർത്താവ് സഹായിച്ചാണ്. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഏത് അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് പകലിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണയും കൃപയും പകരണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവെ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ കൂടപ്പുറപ്പുകളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നതിന് അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.